children. How are you all? Fine? Okay, good. കുഞ്ഞുമക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ക്ലാസ്സിന് റെഡി അല്ലേ? Okay. All of you look at the board. Which date is today? 22/7/2021. Which month is going on? Which month? 7th month ഏതാണ്? July. Which day is today? Today is Thursday. Today we are going to learn English. നമ്മൾ ആദ്യം ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ്. കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഏത് ലെറ്ററാണ് പഠിച്ചത്? ഏത് ലെറ്ററാണ് പഠിച്ചത് പറഞ്ഞേ? ക്യാപ് ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ബി അല്ലേ? വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ബി? ബിയുടെ സൗണ്ട് എന്താണ് പറഞ്ഞേ? വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ബി? ബി ഈസ് ബ. ഓക്കെ, കുഞ്ഞുമക്കൾ എല്ലാവരും പറഞ്ഞേ വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ബി? ബിയുടെ സൗണ്ട് എന്താണ്? ബി ഈസ് ബ. ഓക്കെ, ദെൻ പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ബി ഉപയോഗിച്ചുള്ള വേർഡ്സ് പഠിച്ചു അല്ലേ? ഏതൊക്കെ വേർഡ്സാണ് പഠിച്ചത്? ബി ഫോർ ബട്ടർഫ്ലൈ, ബി ഫോർ ബേബി, ബി ഫോർ ബോൾ, ബി ഫോർ ബാഗ്, ബി ഫോർ ബനാന, ബി ഫോർ ബുക്ക്, ബി ഫോർ ബലൂൺ. പിന്നെ നമ്മൾ കുറച്ച് ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏത് ലെറ്ററാണ് പഠിക്കുന്നതെന്നൊന്ന് നോക്കിയാലോ? All of you take your term first textbook and page number 23. Page number 23. All of you listen here. Cap letter C and small letter C. Say loudly. Which letter is this? Cap letter C and small letter C. What is the sound of C? C യുടെ sound എന്താണ്? C is K. What is the sound of C? C is K. Okay. Words നോക്കാം നമുക്ക്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. C for cake. C for carrot. C for cow. C for car. C for cat. C for cap. Okay. Once more ടീച്ചർ ഒന്നുകൂടി പറയാം. കുഞ്ഞുമക്കൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതുപോലെ ടീച്ചറിനോടൊപ്പം എല്ലാവരും പറയണം. ഓക്കെ, റെഡി? Which letter is this? Cap letter C and small letter C. What is the sound of C? C is K. Okay. C for cake. C for cake. Okay. Then C for carrot. C for carrot. C for cow. C for cow. And C for car. C for car. C for cat. C for cat. And C for cap. C for cap. Okay. What is the sound of C? C യുടെ sound എന്താണ്? C is K. Okay. Next page എടുത്തേ. Page number 24. Page number 24. Okay. All of you listen here. Which letter is this? Small letter C. കുഞ്ഞുമക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? ഡോട്ടിന് മുകളിൽ കൂടി സ്മോൾ ലെറ്റർ സി എന്ത് ചെയ്യുക? ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ട്രേസ് ചെയ്ത് എഴുതുക. ഓക്കെ, സ്മോൾ ലെറ്റർ സി. സ്മോൾ ലെറ്റർ സി ട്രേസ് ചെയ്ത് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് പേജിൽ 4 ലൈൻസിൽ എന്ത് ചെയ്യുക? സ്മോൾ ലെറ്റർ സി എഴുതി പഠിക്കുക. 4 ലൈൻസിൽ സ്മോൾ ലെറ്റർ സി എങ്ങനെയാണ് എഴുതേണ്ടത്? സെക്കൻഡ് ലൈനിലും തേർഡ് ലൈനിലും ടച്ച് ചെയ്താണ് സ്മോൾ ലെറ്റർ സി
എഴുതേണ്ടത്. ഓക്കെ, സെക്കൻഡ് ലൈനിന് ജസ്റ്റ് താഴെയായിട്ട് എന്ത് ചെയ്യുക, ഡോട്ട് ഇടുക. പുട്ട് എ ഡോട്ട് ഹിയർ, ടച്ച് ദി ഡോട്ട്, ദെൻ ഗോ അപ്പ്, touch the second line, go through the line and come down, touch the third line, go through the line, stop here. Small letter C. ലൈൻസ് ടച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യുക, സ്മോൾ ലെറ്റർ സി എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരിക. നെക്സ്റ്റ് പേജ് എടുത്ത് പേജ് നമ്പർ 26. ആക്ടിവിറ്റി നോക്കി. Tear small pieces of paper from an old and colorful magazine. Stick the colorful pieces inside the outline of the car. എന്ത് ചെയ്യുക, വീട്ടിൽ പഴയ മാഗസീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുഞ്ഞുമക്കൾ എടുക്കുക. അതിനെന്താണ്, കുഞ്ഞു കഷ്ണങ്ങളായിട്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. മാഗസീൻ പേപ്പറിന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ദെൻ ഈ കാറിനകത്ത് എന്ത് ചെയ്യുക, ഔട്ട്ലൈനായിട്ട് പേപ്പർ എന്ത് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഈ ആക്ടിവിറ്റി കുഞ്ഞുമക്കൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുമല്ലോ, അപ്പോഴെന്ത് ചെയ്യുക, അപ്പോഴും ക്ലാസ് ഒന്നുമില്ല, നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സും ഇല്ല, ഗൂഗിൾ മീറ്റും ഇല്ല അല്ലേ. അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും ഫ്രീ ആയിരിക്കും. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഇരുന്ന് എന്ത് ചെയ്യുക, കുഞ്ഞുമക്കൾ ഈ ആക്ടിവിറ്റി ചെയ്യുക. ഓക്കെ, ചെയ്തതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. fill in the blanks with the letter C. read the words formed. Okay, fill in the blanks with the letter C. read the words formed. Okay, അപ്പോൾ നോക്കി, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും ഒന്ന് പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞ്. ഫസ്റ്റ് പിക്ചർ ഏതാണ്, ക്യാറ്റ് അല്ലേ. C for cat. ഫസ്റ്റ് ലെറ്റർ ഏതാ വരുന്നത്, സി. സി ഫോർ ക്യാറ്റ്. ഇവിടെ ഏത് ലെറ്റർ എഴുതേണ്ടത്, സി എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഏത് പിക്ചറാണ് നോക്കി, ഏത് പിക്ചറാണ്, കൗ. സി ഫോർ കൗ. അപ്പോൾ ഏത് ലെറ്റർ എഴുതേണ്ടത്, സി. സി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് പിക്ചർ എന്താണ്, ക്യാപ്പ്. സി ഫോർ ക്യാപ്പ്. എല്ലാവരും എഴുതിക്കേ, സി എഴുതിക്കേ, സി ഫോർ ക്യാപ്പ്. ലാസ്റ്റ് പിക്ചർ എന്താണ്, കേക്ക്. സി ഫോർ കേക്ക്. ലെറ്റർ സി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ. കളർ ദി പിക്ചേഴ്സ് ദാറ്റ് ബിഗിൻ വിത്ത് ദ ലെറ്റർ സി. സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പിക്ചർ എന്ത് ചെയ്യുക, കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പിക്ചർ ഏതൊക്കെയാണ് നോക്കി, ഏതൊക്കെയാണ്, ക്യാരറ്റ്. ദെൻ ഏതാണ്, കാർ. സി ഫോർ ക്യാരറ്റ്, സി ഫോർ കാർ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കുഞ്ഞുമക്കൾ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പിക്ചറിന് എന്ത് ചെയ്യുക, കളർ ചെയ്യുക. കളർ ചെയ്തിട്ട് ടീച്ചറിന് എന്ത് ചെയ്യണം, ഫോട്ടോ എടുത്ത് അയച്ചു തരിക. നെക്സ്റ്റ് പേജ് എടുത്ത് പേജ് നമ്പർ 28. പേജ് നമ്പർ 28. കളർ ദി പിക്ചർ ആസ് ഷോൺ. ഇതെന്ത് പിക്ചറാണ്, ക്യാപ്പ്. അപ്പം എന്ത് ചെയ്യുക, കുഞ്ഞുമക്കൾ എല്ലാവരും നോക്കി, ഇവിടെ ക്യാപ്പ് പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ക്യാപ്പിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്ന സെയിം കളർ തന്നെ ഇവിടെ കൊടുക്കുക. കുഞ്ഞുമക്കൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി, കളർ ഏതാന്ന് നോക്കി ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, പിക്ചറിന് കളർ കൊടുക്കുക. ഓക്കെ, ഈ കളറിങ്ങും കുഞ്ഞുമക്കൾ എല്ലാവരും സാറ്റർഡേ സൺഡേ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുക. നെക്സ്റ്റ് പേജ് എടുത്തേ. മാച്ച് കറക്റ്റ്ലി. ഇവിടെ ഏതൊക്കെ ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെ ലെറ്റേഴ്സാണ് പറഞ്ഞേ, സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ സി. ഓക്കെ, ദെൻ സ്മോൾ ലെറ്റർ എക്ക് മാച്ച് ചെയ്യുന്ന പിക്ചേഴ്സ് ഏതൊക്കെയാണ്, എ ഫോർ ആപ്പിൾ. അപ്പം എന്ത് ചെയ്യുക, മാച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നോക്കിയേ, എ ഫോർ ആക്സ്, മാച്ച് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, എ ഫോർ അലിഗേറ്റർ. ഇതുപോലെ നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് എന്ത് ചെയ്യുക, കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ച് നോക്കുക. നെക്സ്റ്റ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പിക്ചർ ഏതാണെന്ന് നോക്കുക. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്, സ്മോൾ ലെറ്റർ ബി. സ്മോൾ ലെറ്റർ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ദെൻ മാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്മോൾ ലെറ്റർ സി. സിയിൽ ഏതൊക്കെ പിക്ചേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക.
ദെൻ എന്ത് ചെയ്യുക, മാച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് എന്ത് ചെയ്യുക കുഞ്ഞുമക്കൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. ആക്ടിവിറ്റി നോക്കിയേ. സർക്കിൾ ദി പിക്ചേഴ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പിക്ചേഴ്സ് ഏതൊക്കെയാണ്? എ ഫോർ ആപ്പിൾ. അപ്പം എന്ത് ചെയ്യുക, ആപ്പിള് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഏതാണ്? എ ഫോർ ആൻഡ്. അപ്പം എന്ത് ചെയ്യുക, ആൻഡിൻ്റെ പിക്ചർ സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് 2 ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക കുഞ്ഞുമക്കൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, ആക്ടിവിറ്റീസ് കുഞ്ഞുമക്കൾ എല്ലാവരും ചെയ്തതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓൾ ഓഫ് യു ടേക്ക് യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്. കുഞ്ഞുമക്കൾ എല്ലാവരും ഇംഗ്ലീഷ് നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം സ്മോൾ ലെറ്റർ A to J വരെ ഒരു തവണ എഴുതിയതിന് ശേഷം ടീച്ചറിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ലൈൻസ് എല്ലാം ടച്ച് ചെയ്ത് കറക്റ്റ് ലൈൻസിൽ ടച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് സ്മോൾ ലെറ്റർ A to J വരെ എല്ലാവരും എഴുതുക. ഒരു തവണ എഴുതിയതിന് ശേഷം ടീച്ചറിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ ചിൽഡ്രൻ, ഇനി നമുക്ക് കുറച്ച് മാത്സ് പഠിച്ചാലോ? കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഷേപ്സ് പഠിച്ചു അല്ലേ? ഏതൊക്കെ ഷേപ്സാണ് പഠിച്ചത് പറഞ്ഞേ? സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. ഏതൊക്കെ ഷേപ്സാണ് പഠിച്ചത്? ഒന്നുകൂടി പറഞ്ഞേ. സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ നമ്മൾ 4 ഷേപ്സ് പഠിച്ചു അല്ലേ? പിന്നെ എന്താ പഠിച്ചത്? ടീച്ചർ കുറച്ച് ഒബ്ജക്ട്സ് ഒക്കെ കാണിച്ചു തന്നു. അത് ഏതൊക്കെ ഷേപ്സാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്നിട്ട് മക്കളോട് എന്താ പറഞ്ഞത്? വീട്ടിലുള്ള കുറച്ച് ഒബ്ജക്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് അത് ഏതൊക്കെ ഷേപ്സാന്ന് പറയണം എന്ന് ടീച്ചർ പറഞ്ഞു. കുറച്ച് പേരൊക്കെ പറഞ്ഞു. വീട്ടിലെ ഒബ്ജക്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അത് ഏതൊക്കെ ഷേപ്സാന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞു. ബാക്കി ആരും പറഞ്ഞില്ല. ബാക്കിയുള്ളവരും വീട്ടിലെ ഒബ്ജക്ട്സ് ഒക്കെ നോക്കിയിട്ട് പറയണം കേട്ടോ. അത് ഏതൊക്കെ ഷേപ്സാന്ന് പറയണം എല്ലാവരും. ഓക്കെ, all of you take your term first textbook and page number 97. Page number 97. Shapes are fun. നോക്കിയേ, ഫസ്റ്റ് ഏത് ഷേപ്പാണ്? സ്ക്വയർ. എന്താണ്? സ്ക്വയർ. നോക്കിയേ, സ്ക്വയർ ഷേപ്പിലുള്ള കുറച്ച് പിക്ചേഴ്സ് നോക്കിയേ. ഫസ്റ്റ് എന്ത് പിക്ചറാന്ന് നോക്കിയേ? ജനൽ അല്ലേ, നമ്മുടെ വിൻഡോ. എന്ത് ഷേപ്പാണ്? സ്ക്വയർ ഷേപ്പ് അല്ലേ? ദെൻ നോക്കിയേ, റുബിക്സ് ക്യൂബ്. ഇത് കുഞ്ഞുമക്കളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ? ഇത് ഉപയോഗിച്ച് കളിക്കാറില്ലേ എല്ലാവരും? ഇതിനെന്താണ്? 4 സൈഡ് കാണും. 4 സൈഡ് 4 കളേഴ്സ് ആയിരിക്കും. 4 സൈഡ് ഉണ്ട്. 4 സൈഡും 4 കളേഴ്സ് ആയിരിക്കും. അതിങ്ങനെ ഷഫിൾ ചെയ്ത് നമ്മൾ എന്താണ് തിരിച്ചും മറിച്ചും ഒക്കെ ഒരേപോലത്തെ കളറാക്കാനുള്ള റുബിക്സ് ക്യൂബ് അറിയില്ലേ കുഞ്ഞുമക്കൾക്ക്? മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ? അതിനെന്ത് ഷേപ്പാണ്? സ്ക്വയർ ഷേപ്പാണ് അല്ലേ? നോക്കിയേ, പിന്നെ എന്താണ്? ക്യാരം ബോർഡ്. നമ്മൾ ക്യാരംസ് കളിക്കില്ലേ? അതിൻ്റെ ബോർഡ് എന്ത് ഷേപ്പാണെന്ന് നോക്കിയേ? സ്ക്വയർ ഷേപ്പ് അല്ലേ? 4 സൈഡും 4 സൈഡ്സും സെയിം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും, സെയിം സൈസിലായിരിക്കും. എന്ത് ഷേപ്പാണ്? സ്ക്വയർ ഷേപ്പ്. വാട്ട് ഈസ് ദിസ്? സ്ക്വയർ. ഇറ്റ് ഹാസ് 4 സൈഡ്സ്. സ്ക്വയറിന് എത്ര സൈഡ്സാണ് ഉള്ളത്? 4 സൈഡ്സ് ആണുള്ളത്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. 4 സൈഡ്സും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് എന്താണ്? സർക്കിൾ. സർക്കിൾ ഷേപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയേ? സൺ. സൺ എന്താണ്? സർക്കിൾ ഷേപ്പാണ് അല്ലേ? ദെൻ നോക്കിയേ, ബോൾ. ബോൾ എന്ത് ഷേപ്പാണ്? സർക്കിൾ ഷേപ്പ്. നെക്സ്റ്റ് നോക്കിയേ, വീൽ. വീൽ എന്ത് ഷേപ്പിലായിരിക്കുന്നത് നോക്കിയേ? സർക്കിൾ ഷേപ്പ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഷേപ്പിൽ എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ് നോക്കിയേ, നമ്മൾ ബർത്ത്ഡേക്കൊക്കെ വെക്കില്ലേ തലയിൽ വെക്കുന്ന ക്യാപ്പ്. ബർത്ത്ഡേ ക്യാപ്പ് എന്ത് ഷേപ്പാണ്? ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ? ദെൻ നോക്കിയേ, ക്രിസ്മസ് ട്രീ. നമ്മൾ ക്രിസ്മസിനൊക്കെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറില്ലേ ക്രിസ്മസ് ട്രീ? ക്രിസ്മസ് ട്രീ എന്ത് ഷേപ്പാന്ന് നോക്കിയേ? ട്രയാങ്കിൾ ഷേപ്പ്. നെക്സ്റ്റ് നോക്കിയേ, ടെൻറ്റ്. ടെൻറ്റ് എന്ത് ഷേപ്പാണ്? ട്രയാങ്കിൾ ഷേപ്പ്. നെക്സ്റ്റ് നോക്കിയേ, റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ഷേപ്പിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേ? നമ്മൾ വീട്ടിൽ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കില്ലേ? അതെന്ത് ഷേപ്പാണ്? റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലേ? നോക്കിയേ, റെക്റ്റാങ്കിൾ ഷേപ്പ്. ദെൻ നോക്കിയേ, ടി വി. നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ടി വി എന്ത് ഷേപ്പാണ്? റെക്റ്റാങ്കിൾ ഷേപ്പ്. ദെൻ ബോക്സ്.
എന്ത് ഷേപ്പാണ്? റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലേ? ഷേപ്സ് ഏതൊക്കെയാണ്? സ്ക്വയർ, സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 98. പേജ് നമ്പർ 98. ഓക്കെ, ജോയിൻ ദി ഡോട്ട്സ്, കംപ്ലീറ്റ് ദ ഷേപ്സ് ആൻഡ് കളർ ദം. ഓക്കെ, ഇവിടെ 4 ബോക്സസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ബോക്സസിലും 3 ഷേപ്സ് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമക്കൾ എന്താ ചെയ്യേണ്ടത്? പെൻസിൽ ഉപയോഗിച്ച് ഡോട്ട്സിന് മുകളിൽ കൂടി ഷേപ്സ് എന്ത് ചെയ്യുക? ട്രേസ് ചെയ്ത് വരയ്ക്കുക. വരച്ചതിന് ശേഷം നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യുക. മക്കൾക്ക് ഇഷ്ടമുള്ള നിറം ഉപയോഗിച്ച് എന്ത് ചെയ്യുക? നല്ല ഭംഗിയായിട്ട് ഷേപ്സിന് എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. ആക്ടിവിറ്റി നോക്കി. കളർ ദി ഷേപ്സ് ഓഫ് ഷേപ്പ് ലാൻഡ്. കളർ ലൈക്ക് ദിസ്. ഇവിടെ എന്താണ്? ഒരു ഷേപ്പ് ലാൻഡിൻ്റെ പിക്ചറാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച 4 ഷേപ്സ് ഉപയോഗിച്ചുള്ള പിക്ചറാണ് വരച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നോക്കി, ഇവിടെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ പിക്ചറിനകത്ത് സ്ക്വയർ എവിടെയാണ് ഉള്ളതെന്ന് നോക്കുക. സ്ക്വയറിന് എന്ത് കളറാണ് കൊടുക്കേണ്ടത്? റെഡ് കളർ കൊടുക്കുക. ഓക്കെ, അപ്പം നോക്കി ഇവിടെ എവിടെയൊക്കെ സ്ക്വയർ ഉണ്ടെന്ന് നോക്കിയേ. ഹൗസ് എന്താണ്? സ്ക്വയർ ഷേപ്പാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യുക? റെഡ് കളർ കൊടുക്കുക. ഇതുപോലെ സ്ക്വയറിന് എന്ത് ചെയ്യുക? റെഡ് കളർ കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് റെഡ് സ്ക്വയർ എവിടെയാണ് ഉള്ളത്? വിൻഡോസ് സ്ക്വയർ ആണല്ലേ? അപ്പം എന്ത് ചെയ്യുക? വിൻഡോസിനും റെഡ് കളർ കൊടുക്കുക. വിൻഡോസിനും റെഡ് കളർ കൊടുത്തു. നെക്സ്റ്റ് സ്ക്വയർ എവിടെയാണ് ഉള്ളത്? നോക്കിയേ, കാറ് നോക്കിയേ. കാറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സ്ക്വയർ ഉണ്ട്, കണ്ടോ? അപ്പം എന്ത് ചെയ്യുക? റെഡ് കളറ് കൊടുക്കുക. നെക്സ്റ്റ് നോക്കിയേ, കാറിൻ്റെ വിൻഡോയും സ്ക്വയർ ഷേപ്പാണല്ലേ? അപ്പം എന്ത് ചെയ്യുക? കാറിൻ്റെ വിൻഡോയ്ക്കും റെഡ് കളർ കൊടുക്കുക. സ്ക്വയർ ഷേപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ഏത് ഷേപ്പാണ്? സർക്കിൾ. നോക്കിയേ, പിക്ചറിൽ നോക്കുക. സർക്കിൾ എവിടെയൊക്കെയാണ് ഉള്ളത് നോക്കുക. സർക്കിളിന് എന്ത് കളറാണ് കൊടുക്കേണ്ടത്? യെല്ലോ കളർ കൊടുക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. പിക്ചറിലുള്ള സർക്കിൾസിന് എന്ത് കളറാണ് കൊടുക്കേണ്ടത്? യെല്ലോ കളറ്. ഇതുപോലെ നല്ല നീറ്റായിട്ട് സർക്കിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ യെല്ലോ കളറ് കൊടുക്കുക. നെക്സ്റ്റ് ഏത് ഷേപ്പാണ്? ട്രയാങ്കിൾ ഷേപ്പ്. ട്രയാങ്കിളിന് എന്ത് കളറാണ് കൊടുക്കേണ്ടത്? പർപ്പിൾ കളർ അല്ലേ? അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? ട്രയാങ്കിൾ ഷേപ്പിന് പർപ്പിൾ കളർ കൊടുക്കുക. ട്രയാങ്കിൾ ഷേപ്പ് എവിടെയൊക്കെയാണുള്ളതെന്ന് നോക്കുക. ദെൻ എന്ത് ചെയ്യുക? പർപ്പിൾ കളറ് കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കി വേണം എന്ത് ചെയ്യാൻ? കളർ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഷേപ്പ് ഏതാണ്? റെക്റ്റാങ്കിൾ ഷേപ്പ്. റെക്റ്റാങ്കിളിന് എന്ത് കളറാണ് കൊടുക്കേണ്ടത്? ഗ്രീൻ കളർ. നോക്കുക, റെക്റ്റാങ്കിൾ ഷേപ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുക. ദെൻ ഗ്രീൻ കളറ് കൊടുക്കുക. കുഞ്ഞുമക്കളെല്ലാവരും നോക്കിയേ, ടീച്ചർ റെക്റ്റാങ്കിൾ ഷേപ്പിന് ഗ്രീൻ കളർ കൊടുത്തു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് കളർ ചെയ്യുക. ഓക്കെ, കുഞ്ഞുമക്കളെല്ലാവരും ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓൾ ഓഫ് യു ടേക്ക് യുവർ മാത്സ് നോട്ട്ബുക്ക്. കുഞ്ഞുമക്കളെല്ലാവരും മാത്സ് നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം 1 to 10 വരെ ഒരു പ്രാവശ്യം ഒരു തവണ എഴുതുക. റൈറ്റ്, 1 to 10. 1 to 10 വരെ ഒരു തവണ നല്ല ഭംഗിയായിട്ട് കോളത്തിനകത്ത് എഴുതുക. എഴുതിയതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ കിഡ്സ്, ഇനി നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ പഠിച്ചാലോ? കഴിഞ്ഞ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? CPU നെ കുറിച്ച് പഠിച്ചു അല്ലേ? ഫുൾ ഫോം എന്താണ്? CPU ന്റെ ഫുൾ ഫോം എന്താണ് പറഞ്ഞേ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU ന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ഈസ്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്താണ്? CPU. The brain of the computer is very good, CPU. All of you look at the board. Lesson 5, keyboard. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കീബോർഡിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? എല്ലാവരും പറഞ്ഞേ. വെരി ഗുഡ്, കീബോർഡ്. All of you take your computer textbook and page number 15. 15. Okay, okay, all of you listen here. Lesson 5, keyboard.
കുഞ്ഞുമക്കളെല്ലാവരും പിക്ചർ ശ്രദ്ധിച്ച് നോക്കിയേ. വാട്ട് ഈസ് ദിസ്? കീബോർഡ്. വൺസ് മോർ, വാട്ട് ഈസ് ദിസ്? കീബോർഡ്. കീബോർഡ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. കീബോർഡ് എന്ത് ഡിവൈസ് ആണ്? ഇൻപുട്ട് ഡിവൈസ്. കീബോർഡ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. നെക്സ്റ്റ് നോക്കിയേ. കീബോർഡ് ഹാസ് small buttons called keys. Keyboard has small എന്താണ്? നമ്മൾ എന്താ പഠിച്ചത്? സ്മോൾ എന്താണെന്നാണ് പഠിച്ചത്? പറഞ്ഞേ, സ്മോൾ എന്താണ്? വെരി ഗുഡ്, ചെറുതല്ലേ? കീബോർഡ് ഹാസ് സ്മോൾ ബട്ടൺസ് കോൾഡ് കീസ്. കുഞ്ഞുമക്കളെല്ലാവരും പിക്ചർ നോക്കിയേ. കണ്ടോ? കീബോർഡിൽ ചെറിയ ചെറിയ ബട്ടൺസ് കണ്ടോ? ചെറിയ ചെറിയ ബട്ടൺസ് കണ്ടോ? ഈ ചെറിയ ബട്ടൺസിനെയാണ് നമ്മൾ കീസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെന്നാ പറയുന്നത്? കീസ്. എല്ലാവരും പറഞ്ഞേ. കീബോർഡ് ഹാസ് സ്മോൾ ബട്ടൺസ് കോൾഡ്, വെരി ഗുഡ്, കീസ്. കീബോർഡിലുള്ള ചെറിയ ചെറിയ ബട്ടൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീസ് എന്ന് പറയുന്നത്. ഓക്കെ, കീബോർഡ് ഹാസ് small buttons called keys. Next നോക്കിയേ. These keys are used for typing. ഈ കീസ് എന്തിനാ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കീസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, these keys are used for ടൈപ്പിംഗ്. ഈ കീസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ടൈപ്പ് ചെയ്യാൻ വേണ്ടി അല്ലേ? നമുക്ക് ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീബോർഡ് കീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് കീസ് ആർ യൂസ്ഡ് ഫോർ ടൈപ്പിംഗ്. കീസ് എന്തിനാ ഉപയോഗിക്കുന്നത്? പറഞ്ഞേ, ടൈപ്പ് ചെയ്യാനല്ലേ? ദീസ് കീസ് ആർ യൂസ്ഡ് ഫോർ ടൈപ്പിംഗ്. ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരാം. കീബോർഡ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. കീബോർഡ് എന്ത് ഡിവൈസ് ആണ്? ഇൻപുട്ട് ഡിവൈസ്. കീബോർഡ് ഈസ് ആൻ ഡാഷ് ഡിവൈസ്. പറഞ്ഞേ കുഞ്ഞുമക്കളെല്ലാവരും പറഞ്ഞേ. കീബോർഡ് ഈസ് ആൻ ഡാഷ് ഡിവൈസ്. എന്ത് ഡിവൈസ് ആണ് കീബോർഡ്? വെരി ഗുഡ്, ഇൻപുട്ട് ഡിവൈസ്. നെക്സ്റ്റ് എന്താണ്? കീബോർഡ് ഹാസ് സ്മോൾ ബട്ടൺസ് കോൾഡ് കീസ്. കീബോർഡിലുള്ള ചെറിയ ബട്ടൺസിന് നമ്മൾ എന്താ പറയുന്നത്? കീസ്. കീബോർഡ് ഹാസ് സ്മോൾ ബട്ടൺസ് കോൾഡ് കീസ്. നെക്സ്റ്റ് എന്താണ്? ദീസ് കീസ് ആർ യൂസ്ഡ് ഫോർ ടൈപ്പിംഗ്. ഈ കീസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ടൈപ്പ് ചെയ്യാനല്ലേ? ദീസ് കീസ് ആർ യൂസ്ഡ് ഫോർ ടൈപ്പിംഗ്. All of you take your computer notebook. കുഞ്ഞുമക്കളെല്ലാവരും കമ്പ്യൂട്ടർ നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം അച്ഛനോടോ അമ്മയോടോ നോട്ട്സ് പകർത്തി എഴുതി തരാനായിട്ട് പറയുക. ഓക്കെ, all of you listen here. Lesson 5, keyboard. First question നോക്കിയേ. കീബോർഡ് ഈസ് ആൻ ഡാഷ് ഡിവൈസ്. കീബോർഡ് എന്ത് ഡിവൈസ് ആണ്? കീബോർഡ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കീബോർഡ് ഹാസ് സ്മോൾ ബട്ടൺസ് കോൾഡ് ഡാഷ്. കീബോർഡിലുള്ള സ്മോൾ ചെറിയ ബട്ടൺസിന് നമ്മൾ എന്താ പറയുന്നത്? കീബോർഡ് ഹാസ് സ്മോൾ ബട്ടൺസ് കോൾഡ് കീസ്. എന്താ പറയുന്നത്? കീസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദീസ് കീസ് ആർ യൂസ്ഡ് ഫോർ ഡാഷ്. ഈ കീസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ദീസ് കീസ് ആർ യൂസ്ഡ് ഫോർ ടൈപ്പിംഗ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനായിട്ടാണ് കീസ് ഉപയോഗിക്കുന്നത്. ദീസ് കീസ് ആർ യൂസ്ഡ് ഫോർ ടൈപ്പിംഗ്. നെക്സ്റ്റ് പേജിൽ പേസ്റ്റ് ദി പിക്ചർ ഓഫ് കീബോർഡ്. കീബോർഡിൻ്റെ പിക്ചർ എന്ത് ചെയ്യുക? ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. അതുപോലെ ടീച്ചർ പഠിപ്പിച്ചത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ടീച്ചറിന് വീഡിയോ എടുത്ത് അയച്ചു തരിക. ഓക്കെ, all of you take your computer textbook.
ആൻഡ് പേജ് നമ്പർ 14. 14. ഓക്കെ, ആക്ടിവിറ്റി നോക്കിയേ. ടിക്ക് ദി ലാർജസ്റ്റ്. എന്താണ് ഇവിടെ കുറച്ച് ഒബ്ജക്ട്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കുഞ്ഞുമക്കൾ എല്ലാവരും കണ്ടായിരുന്നോ? എന്താ ചെയ്യേണ്ടത്? ടിക്ക് ദി ലാർജസ്റ്റ്. ഇവിടെ എന്താണ് ലാർജസ്റ്റ്? എന്താണ്? ഏറ്റവും വലുതല്ലേ? ഏറ്റവും വലിയ ഒബ്ജക്റ്റിൻ്റെ പിക്ചറിന് എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഏത് ഒബ്ജക്റ്റാണ് നോക്കിയേ? ക്യാമറ അല്ലേ? അപ്പോൾ കുഞ്ഞുമക്കളെല്ലാവരും നോക്കിയിട്ട് പറഞ്ഞേ, ഇതിലേത് പിക്ചറാണ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞേ. ഏത് പിക്ചറാണ് ലാർജസ്റ്റ് ആയിട്ടുള്ളത്? ഏറ്റവും വലുത് ഏത് പിക്ചറാണ്? ഫസ്റ്റ് വൺ അല്ലേ? അപ്പം എന്ത് ചെയ്യുക? ഫസ്റ്റ് വൺ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. നെക്സ്റ്റ് പിക്ചർ എന്താണ്? ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞേ. വെരി ഗുഡ്, മിക്സി. ഓക്കെ, അപ്പം ഇതിൽ ഏത് മിക്സിയാണ് ലാർജസ്റ്റ് ആയിട്ടുള്ളത്? ഏറ്റവും വലുത് ഏത് മിക്സിയാണ്? പറഞ്ഞേ, ഏത് മിക്സിയാണ്? സെക്കൻഡ് വൺ അല്ലേ? അപ്പം എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് പിക്ചർ നോക്കിയേ. ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണ്? ഇതെന്ത് പിക്ചറാണ്? സ്വീയിങ് മെഷീൻ അല്ലേ? തയ്യൽ മെഷീൻ, സ്വീയിങ് മെഷീൻ. ഓക്കെ, ഇതിൽ ഏത് സ്വീയിങ് മെഷീനാണ് ലാർജസ്റ്റ്? വലിയ സ്വീയിങ് മെഷീൻ ഏതാണ്? പറഞ്ഞേ, ഫസ്റ്റ് വൺ അല്ലേ? അപ്പം എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവരും ആക്ടിവിറ്റി നല്ല ഭംഗിയായിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഓക്കെ, ബൈ, ടേക്ക് കെയർ, സീ യു ടുമോറോ.